ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഐഫോണിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വീഡിയോസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. ഇത് പെയ്ഡാണ്. പക്ഷേ ഫോട്ടോ നമുക്ക് തീർത്തും ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗൈസ്, പ്ലേ സ്റ്റോറിൽ പോയിട്ട് എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ലൈറ്റ് റൂം എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി ഒരു പിക്ചർ ഇവിടെ എന്ത് ചെയ്ത് വെച്ചാണ്, എഡിറ്റ് ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ നമുക്ക് പുതിയൊരു പിക്ചർ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഡിവൈസ് നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു പിക്ചർ ഇതിലേക്ക് ആഡ് ആക്കുക. ജസ്റ്റ് ഞാൻ ഈ ഒരു ഡ്രോണിൻ്റെ പിക്ചർ എടുത്തു. ഓക്കെ, ഇത് എനിക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷനാണ്. ഇതിൽ എഡിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കളേഴ്സ് ഉണ്ടോ, ഈ കളേഴ്സിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ കളർ മാറുന്നത് കണ്ടോ. നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല പ്രൊഫഷണലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ കളേഴ്സൊക്കെ നല്ല ഫിൽറ്റർ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അത് പോരാത്തതിന് ബ്ലർ പിന്നെ എഫക്റ്റിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാരിറ്റി ടെക്സ്ചറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂട്ടിയൊക്കെ അതിൻ്റെ ഒരു കംഫർട്ട് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് തീർത്തും ഈസി ആയിട്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു ഔട്ട്കം കിട്ടും ചെയ്യും. അപ്പോൾ ഗൈസ്, ഫോട്ടോ നല്ല പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നല്ലൊരു ആപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ഇതുപോലത്തെ ചെറിയ ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിവേ താങ്ക്സ്.